എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. കണ്ടു കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ കാണണം. ഓരോ വീഡിയോയിലും നമ്മൾ പ്രത്യേകം കുറേ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിരിക്കുന്നത്. അത് നോക്കണം. പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കിയിരിക്കുക. പിന്നെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് അതൊരു ബർഡനായി വരില്ല. അന്നന്നത്തെ വീഡിയോസ് അന്നന്ന് തന്നെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ റെസ്പോൺസ് കുറയും തോറും നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 13, 19, 25 എക്സെട്ര 69, 68, 67 എക്സെട്ര എന്നീ ശ്രേണികളുടെ എത്രാമത്തെ പദമാണ് തുല്യമായി വരുന്നത്? എങ്ങനെയാണ് ചെയ്യുക? അതായത് ഇതിൻ്റെ nth ടേം എങ്ങനെ എഴുതുക? tn എന്നുള്ളത് ഇതിൻ്റെ tn എന്നുള്ളതും ഈക്വൽ ആവണ ടൈം ഉള്ള n ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ എങ്ങനെയാണ് tn കാണുക? a പ്ലസ് n-1 ഇൻറ്റു d അല്ലേ? അപ്പൊ ഇതില് a എന്ന് പറയുന്നത് എന്താണ്? 13 ആണ്. പ്ലസ് n-1 ഇൻറ്റു d എന്ന് പറയുന്നത് എന്താണ്? 19 മൈനസ് 13 എന്ന് പറഞ്ഞാൽ 6 ആണ് അല്ലെ? ഈക്വൽ ടു മറ്റേതിന്റെ nth ടേമിനോട് തുല്യമാവണം അല്ലേ? എങ്കിലല്ലേ തുല്യമായി വരുള്ളൂ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? a എന്താണ്? 69 പ്ലസ് n-1 ഇൻറ്റു d എന്നുള്ളത് എന്താണ്? 68 ആണ്. അപ്പൊ -1 ആണ് അല്ലേ? അപ്പൊ ഇത് ഈക്വേറ്റ് ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ നമുക്ക് n കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ്? 13 പ്ലസ് 6n മൈനസ് 6 ഈക്വൽ ടു 69 മൈനസ് n പ്ലസ് 1. അപ്പൊ നമുക്ക് 6n പ്ലസ് n എന്ന് പറയുമ്പോൾ 7n എന്ന് വരും. 69 1 70. 70 മൈനസ് 70 പ്ലസ് 6 76 മൈനസ് 13. 76 മൈനസ് 13 എന്ന് പറഞ്ഞാൽ എത്ര വരും? 3 6 63 അല്ലേ? അപ്പൊ n എത്ര വരും? 63/7. അത് എത്രയാണ്? 9 ആണ്. 9ാമത്തെ പദമാണ് അപ്പൊ തുല്യമായി വരുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എട്ട് എക്സ് പ്ലസ് 4 6x മൈനസ് 2 2x പ്ലസ് 7 എന്നിവ ഒരു APയിലെ തുടർച്ചയായ 3 പദങ്ങളായാൽ x എത്ര? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇത് തുടർച്ചയായ പദങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ APയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ ഇത് മൈനസ് ഇത് എന്ന് പറയുന്നത് തുല്യമായിരിക്കും. മൂന്നാമത്തേന്ന് രണ്ടാമത്തേത് മൈനസ് ചെയ്ത അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? 6x മൈനസ് 2 മൈനസ് 8x പ്ലസ് 4 ഈക്വൽ ടു 2x പ്ലസ് 7 മൈനസ് 6x മൈനസ് 2. ഇനി നമുക്ക് ഈക്വേറ്റ് ചെയ്ത് നോക്കാം. 6x മൈനസ് 2 മൈനസ് 8x മൈനസ് 4 ഈക്വൽ ടു 2x പ്ലസ് 7 മൈനസ് 6x പ്ലസ് 2. അപ്പൊ നമുക്ക് എക്സുകളെ സോർട്ട് ചെയ്യാം. എങ്ങനെയാണ്? -2x ഇവിടെ വരും അല്ലെ? -2x പിന്നെ അപ്പൊ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ 2x ആവും. 2x പ്ലസ് 2x 4x ആവും. 4x മൈനസ് 6x എന്ന് പറഞ്ഞാൽ -2x. അപ്പൊ -2x ഈക്വൽ ടു ഇനി ബാക്കിയുള്ളതിനെ അങ്ങോട്ട് കൊണ്ടുപോകാം അല്ലെ? 7 പ്ലസ് 2 9 ആയി അല്ലെ? 9 അപ്പൊ -9. ഇനി ഇവിടെ എന്താണ്? -2 -4 അത് എത്രയാണ്? -6. അപ്പൊ -6ഉം -9 എന്ന് പറഞ്ഞാൽ എത്രയായി? -15 ആയി. അപ്പൊ x ഈക്വൽ ടു എന്ത് വരും? 15/2 വരും. അപ്പൊ ഏതാണ് ആൻസർ? C എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. x പ്ലസ് 1 3x 4x പ്ലസ് 2 എന്നിവ APയിലായാൽ എക്സിന്റെ വില എന്ത്? അപ്പൊ നമുക്ക്
ഒന്നല്ല വെച്ചെങ്കിൽ ഇങ്ങനെ ചെയ്യാം. എക്സ് ഇതേപോലെ തന്നെ ചെയ്യാം. 3x മൈനസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 4x പ്ലസ് 2 മൈനസ് 3x അല്ലേ? അപ്പം 3x മൈനസ് എക്സ് എത്ര വരും? 2x മൈനസ് 1 ഈക്വൽ ടു 4x മൈനസ് എക്സ് എക്സ് പ്ലസ് 2. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് വരും? 2 പ്ലസ് 1 3 എന്ന് വരും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് എ പിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2b ഈക്വൽ ടു എ പ്ലസ് സി എന്ന് എഴുതിക്കൂടെ? അപ്പൊ നമുക്ക് എന്ത് പറയാം? 2 ഇൻറ്റു 3x ഈക്വൽ ടു എ പ്ലസ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? 5x പ്ലസ് 3 എന്ന് കിട്ടും. 5x പ്ലസ് 3, അതായത് 6x മൈനസ് 5x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഏതായാലും നിങ്ങൾ വേഗത്തിൽ ചെയ്യണതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള വാക്യം എന്താണ്? n ഇൻറ്റു n പ്ലസ് 1/2 അല്ലേ? അപ്പൊ നമുക്ക് അത് ചെയ്താൽ മതി. എ പി തന്നെ ചെയ്യണമെന്നില്ല. നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് അതിൽ വാല്യൂ കൊടുത്താൽ മതി. അപ്പൊ 100 ഇൻറ്റു 101/2, 101 ഇൻറ്റു 100/2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 100/2 അല്ലേ? 2 10 5 5050. സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ 100 ഇരട്ട സംഖ്യകളുടെ തുക. ആദ്യത്തെ 100 ഇരട്ട സംഖ്യകളുടെ തുക അല്ലേ? അപ്പൊ എങ്ങനെയാണ്? n ഇൻറ്റു n പ്ലസ് 1 അല്ലേ? n ഇൻറ്റു n പ്ലസ് 1 ആണ് ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക. അപ്പൊ 100 ഇൻറ്റു 101. അപ്പൊ എന്ത് വരും? 101 കഴിഞ്ഞ് 2 0. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക 3n² മൈനസ് n-ഉം പൊതുവ്യത്യാസം 6-ഉമായാൽ ഇതിന്റെ ആദ്യ പദം എത്രയായിരിക്കും? ആദ്യത്തെ n പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ Sn ആണ് തന്നിരിക്കണേ അല്ലെ? 3n² മൈനസ് n. അപ്പൊ നമ്മൾ n-ന് 1 കൊടുത്താൽ S1 കിട്ടിയില്ലേ? S1 എന്ന് പറയുന്നത് a തന്നെയല്ലേ? S1 ഈക്വൽ ടു a ഈക്വൽ ടു എങ്ങനെയാണ്? 3 ഇൻറ്റു 1 മൈനസ് 1. അപ്പൊ എത്രയാണ്? 2. ഏതാണ് ഓപ്ഷൻ? എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു എ പിയിലെ n പദങ്ങളുടെ തുക 2n² പ്ലസ് 5n എങ്കിൽ അതിന്റെ n-ആം പദം എന്ത്? n പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള വാക്യം എന്താണ്? Sn ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d അല്ലേ? അതെന്ന് പറയണത് എത്രയാന്ന് തന്നിട്ടുണ്ട്? 2n² പ്ലസ് 5n ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്ന് നമുക്ക് Sn തന്നിട്ടുണ്ട് വെച്ചെങ്കിൽ S1 കണ്ടുപിടിച്ചൂടെ? അതല്ലേ a. അപ്പൊ എത്രയാണ്? 2 ഇൻറ്റു 1. അപ്പൊ 2 പ്ലസ് 5 എത്രയാണ് വരിക? 7 എന്ന് വരും അല്ലേ? അപ്പൊ a 7 ആണ് വെച്ചെങ്കിൽ നമുക്ക് a 7 വന്നു. ഇനി S2 എന്ന് പറഞ്ഞാൽ എന്താ വരും? S2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പദം അല്ലെ? രണ്ട് പദങ്ങളുടെ തുക അതെത്രയാണ്? 2 ഇൻറ്റു 2² അതായത് 8 പ്ലസ് 10 18 ആണ് S2 അല്ലേ? അപ്പോ ഇതിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? d കണ്ടുപിടിക്കാം അല്ലെ? S2 മൈനസ് S1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? T2 ആണ് അല്ലെ?
S2 മൈനസ് S1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വരും? T2 കിട്ടും. T2 എന്ന് പറയുമ്പോൾ അപ്പൊ എത്രയാണ്? 18 മൈനസ് 7 എന്ന് പറയുമ്പോൾ 11 എന്ന് കിട്ടും. T2 11 ആണെന്ന് കിട്ടി. അപ്പൊ A പ്ലസ് N മൈനസ് 1 ഇൻറ്റു D, അതായത് A പ്ലസ് D ആണ് 11. A എത്രയാന്ന് കിട്ടിയിട്ടുണ്ട്? നമുക്ക് 7 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ D എന്ത് വരും? 11 മൈനസ് 7 എന്ന് പറയണത് 4 ആണെന്ന് വരും. അപ്പൊ D 4 ആണെന്ന് കിട്ടി, A 7 ആണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇനി എന്ത് അറിയാം? nth ടേം എഴുതാൻ പറ്റില്ലേ? nth ടേം എങ്ങനെ എഴുതാ? Tn ഈക്വൽ ടു A പ്ലസ് A എത്രയാണ്? 7 പ്ലസ് N മൈനസ് 1, അതായത് N മൈനസ് 1 തന്നെ ഇൻറ്റു D എന്ന് പറയണത് 4. അപ്പൊ എന്താണ്? 7 പ്ലസ് 4n മൈനസ് 4, അത് എത്രയാണ്? 4n പ്ലസ് 3. ഏതാണ് ഓപ്ഷൻ? നോക്കൂ, സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇരുപത്തിയഞ്ച് പ്ലസ് 28 പ്ലസ് 31 പ്ലസ് എക്സിട്ര പ്ലസ് 100 ഈക്വൽ ടു എത്ര? അപ്പൊ നമുക്ക് ഇതിലെ എത്ര ടേം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാ? nth ടേം തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ Tn ആണ് തന്നിരിക്കണേ. അപ്പൊ നമുക്ക് എഴുതാം. Tn എങ്ങനെ ബാക്കി എഴുതുക? A പ്ലസ് N മൈനസ് 1 ഇൻറ്റു D. A എന്ന് പറയുന്നത് എന്തെന്ന് തന്നിട്ടുണ്ട്? 25 ആണ്. പ്ലസ് N മൈനസ് 1 ഇൻറ്റു D എന്ന് പറയുന്നത് എന്താണ്? പൊതുവ്യത്യാസം, അത് 3 ആണ്. ഈക്വൽ ടു 100 ആണ് അല്ലെ? 100 ആണ് nth ടേം. അപ്പൊ n എങ്ങനെ കണ്ടുപിടിക്കുക? ഇങ്ങനെ കണ്ടുപിടിക്കുക. ഇനി ഇത് ഇക്വേറ്റ് ചെയ്താൽ മതി അല്ലെ? അപ്പൊ N മൈനസ് 1 ഇൻറ്റു 3 ഈക്വൽ ടു 100 മൈനസ് 25, അത് എത്രയാണ്? 75. അപ്പൊ N മൈനസ് 1 എന്ന് പറയുന്നത് എന്ത് വരും? 75/3 എന്ന് വരും. അപ്പൊ എന്താണ്? 25. അപ്പൊ N ഈക്വൽ ടു എന്ത് വരും? 25 പ്ലസ് 1 26. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, അപ്പൊ nth ടേം 26 ടേം ആണ് ഇതിലുള്ളത്. അപ്പൊ S26 അല്ലേ നമ്മൾ കണ്ടുപിടിക്കണ്ടേ? 26 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു T1 പ്ലസ് Tn ചെയ്താ പോരെ? 25 പ്ലസ് 100, അത് എത്രയാണ്? 13 ഇൻറ്റു 25 പ്ലസ് 13 ഇൻറ്റു 100 അല്ലേ? ഈ 25 ചെയ്യണമെങ്കിൽ 1300/4 ചെയ്താൽ പോരെ? വേഗം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വഴിയാണ്. 3 4 12, 10 24 8, 14 20. അപ്പൊ 325 പിന്നെ 1300 കൂട്ടിയാൽ മതി. അപ്പൊ എന്താണ്? 1625. ഏതാണ് ഓപ്ഷൻ? എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക ഏത്? n ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള വാക്യം എന്താണ്? നിങ്ങൾക്ക് അറിയാമെങ്കിൽ കുഴപ്പമില്ല, അത് ചെയ്താൽ മതി. n ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള വാക്യം എന്താണ്? n ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള വാക്യം n² ആണ്. അപ്പൊ പിന്നെ ബി എന്നുള്ളതാണ് ഓപ്ഷൻ എന്ന് നമുക്കറിയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യണേന്ന് ഞാൻ പറഞ്ഞുതരാം. 1 3 5 7 ആണ് അല്ലെ? അതൊരു AP-യിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് SN കണ്ടുപിടിക്കാനുള്ള വാക്യം എന്താണ്? n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു D. ഇവിടെ 2a എന്ന് പറയുമ്പോൾ 2 എന്ന് വരും അല്ലെ? അപ്പൊ n/2 ഇൻറ്റു 2 പ്ലസ് n മൈനസ് 1 ഇൻറ്റു D എന്ന് പറഞ്ഞ കോമൺ ഡിഫറൻസ്, അത് എത്രയാ? 2. അപ്പോൾ 2 പ്ലസ് 2n മൈനസ് 2, ഈ 2 ക്യാൻസൽ ചെയ്ത് പോവും. അപ്പൊ n/2 ഇൻറ്റു 2n എന്ന് വരും. അതായത് n ഇൻറ്റു n, n².
ഇങ്ങനെയാണ് നമുക്കത് കിട്ടണത്. പക്ഷെ നമ്മൾ അത് പഠിച്ചേക്കാണ് ഏറ്റവും നല്ലത്. കാരണം വേഗത്തില് ആൻസറിൽ എത്തിക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക അവയുടെ വർഗങ്ങളുടെ തുകയുടെ 1/6 മടങ്ങും തുല്യമായാൽ n-ന്റെ വില. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? അതായത് n എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള വാക്യം എന്താണ്? n × n+1/2 അല്ലേ? ഇനി അവയുടെ വർഗങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള വാക്യം എന്താണ്? n × n+1 × 2n+1/6. അതാണ് വർഗങ്ങളുടെ തുക. ഇനി എന്താ പറഞ്ഞേക്കണേ? വർഗങ്ങളുടെ തുകയുടെ 1/6, അതായത് 1/6 ഇൻറ്റു ഇത് എന്ന് പറയണത് തുല്യമാണ് ഏതിന്? n × n+1/2 എന്നുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഇതിന്ന് നമുക്ക് ഇനി n കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താണ്? n+1 ക്യാൻസൽ ചെയ്ത് പോയി, n-ഉം ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ നമുക്ക് ഇത് അങ്ങോട്ട് കൊണ്ടുപോയാൽ എന്ത് വരും? 2n+1 എന്ന് പറയണത് എത്ര വരും? 36/2, അതായത് 18 എന്ന് വരും. അപ്പോൾ 2n എന്ന് പറയണത് 17 എന്ന് വരും അല്ലെ? n എന്ന് പറയണത് അപ്പൊ എന്ത് വരും? 17/2 എന്ന് വരും. 17/2 ബിലോങ്സ് ടു n എന്ന് പറയണത് ഉണ്ടോ? n എന്ന് പറയണത് 17/2 എന്ന് പറയണത് ഇതില് ആൻസേഴ്സ് ഒന്നുമില്ല. അപ്പൊ ഇവയൊന്നുമല്ല എന്ന് തെരഞ്ഞെടുക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. n എണ്ണൽ സംഖ്യകളാണ് പറഞ്ഞിരിക്കുന്നത്. എണ്ണൽ സംഖ്യകളുടെ തുകയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ n എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 17/2 ആവാൻ സാധ്യതയില്ല. അപ്പൊ ഇവയൊന്നുമല്ല എന്ന് എഴുതാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. log 2 to the base 10, log 2 raised to x minus 1 to the base 10, log 2 raised to x plus 1 to the base 10 എന്നിവ ഒരു AP-യിലെ തുടർച്ചയായ 3 പദങ്ങളായാൽ x-ന്റെ വില എന്ത്? എങ്ങനെ കണ്ടുപിടിക്കുക? അതായത് നമുക്ക് തന്നിട്ടുണ്ട് ഇതൊരു AP-യിലാണെന്ന് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? 2b = a + c എന്ന് എഴുതിക്കൂടെ? അതായത് ഇത് ഏതിലാണ് വെച്ചെങ്കിൽ AP-യിലാണ് വെച്ചെങ്കിൽ 2b = a + c ആണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്ത് എഴുതാം? 2 log 2 raised to x minus 1 = a + c എന്ന് പറഞ്ഞാൽ log 2 to the base 10 ഉണ്ട് കേട്ടോ. log 2 to the base 10 plus log 2 raised to x plus 1 to the base 10. ഈ ലോഗ് നമ്മൾ മാറ്റിയാൽ ഇതിനെ എങ്ങനെ എഴുതാം? 2 raised to x minus 1 whole square എന്ന് എഴുതിക്കൂടെ? ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 2 × 2 raised to x plus 1 എന്ന് എഴുതിക്കൂടെ? അപ്പൊ നമ്മൾ എന്ത് പറയും? ഇത് 2 raised to x whole square വന്നു മൈനസ് 2 × 2 raised to x, അതായത് a minus b whole square എന്നുള്ള ഫോമില് പ്ലസ് 1 ഈക്വൽ ടു എന്ത് വരും? 2 × 2 raised to x plus 2. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2 raised to x whole square പിന്നെ മൈനസ് 4 × 2 raised to x whole square പിന്നെ ഇവിടെ മൈനസ് 2 raised to x ഉണ്ട്, ഇവിടെയും 2 raised to x ഉണ്ട്. അപ്പൊ ഇങ്ങോട്ട് കൊടുത്താൽ മൈനസ് 4 raised to x എന്നാവും. 4 raised to x പിന്നെ പ്ലസ് 1ഉം മൈനസ് 2ഉം അപ്പൊ എന്താവും? -1 ആവും അല്ലെ? -1 ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോം ആയി. കാരണം 2 raised to x എന്നുള്ളത് y എന്ന് കൊടുത്താൽ y² - 4y - 1 ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലായി അല്ലെ? അപ്പൊ y-നെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ക്വാഡ്രാറ്റിക് ആണ്. അപ്പൊ -b, അതായത് 4 ± √b² എന്ന് പറഞ്ഞാൽ 16 മൈനസ് 4ac എന്ന് പറഞ്ഞാൽ +4 എന്ന് വരും ബൈ 2a എന്ന് പറഞ്ഞാൽ 2. അപ്പൊ എന്ത് വരും? 4 + or -
√20 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2√5 എന്ന് എഴുതിക്കൂടെ? ബൈ 2. അപ്പൊ 2 ക്യാൻസൽ ചെയ്തൂടെ? ഇവിടെ 2 പ്ലസ് ഓർ മൈനസ് √5 ആയി. അപ്പോ ഒരു റൂട്ട് 2 പ്ലസ് √5ഉം മറ്റൊരു റൂട്ട് 2 മൈനസ് √5 ഒന്നും കിട്ടി അല്ലെ? ഇനി എങ്ങനെയാണ്? അതായത് 2⁻x വാല്യൂ ആണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത്. 2 പ്ലസ് √5ഉം 2 മൈനസ് √5ഉം. അപ്പോ രണ്ട് 2⁻x കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് വരും? 2⁻x പ്ലസ് 2⁻x എന്ന് പറഞ്ഞാൽ രണ്ട് 2⁻x വരും. ഈ 2 പ്ലസ് √5 പ്ലസ് 2 മൈനസ് √5 എന്ന് പറഞ്ഞാൽ 4 എന്ന് വരും അല്ലെ? അപ്പൊ 2⁻x എന്ന് പറയുന്നത് ഏതായി വരും? 2 എന്ന് വരും അല്ലെ? 2 എന്ന് പറയുന്നത് 2⁻1 അല്ലേ? അപ്പൊ x ഈക്വൽ ടു എന്ത് വരും? 1 എന്ന് വരും. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു APയിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക 5n² പ്ലസ് 2n ആയാൽ ഇതിന്റെ രണ്ടാം പദം എത്രയായിരിക്കും? അതായത് n പദങ്ങളുടെ തുക തന്നിട്ടുണ്ട് അല്ലെ? Sn എന്ന് പറയുന്നതാണ് തന്നിരിക്കണേ. 5n² പ്ലസ് 2n എന്ന് പറയുന്നത്. അപ്പൊ S1 എഴുതിക്കൂടെ? അതല്ലേ A? അത് എത്രയാണ്? 5 × 1 കൊടുക്കുക. അപ്പൊ 5 പ്ലസ് 2 അതായത് 7 എന്ന് കിട്ടി അല്ലെ? ഇനി S2 കിട്ടിയ എന്താണ്? രണ്ട് പദങ്ങളുടെ തുകയാണ്. അതായത് എയുടെ കൂടെ രണ്ടാം പദം കൂടിയും കൂട്ടിയതാണ് നമുക്ക് S2 എന്ന് പറയുന്നത് അല്ലെ? S2 എന്ന് പറയുന്നത് അപ്പൊ എന്ത് വരും? 5 × 2² എന്ന് പറഞ്ഞാൽ 4. അപ്പൊ 20 പ്ലസ് 2 × 2 4 അല്ലെ? S2 എന്ന് പറയുന്നത് അങ്ങനെയല്ലേ വരെ? നോക്കൂ, 5 × 2² എന്ന് പറയുന്നത് 4. 4 × 5 20 പ്ലസ് 4. ഓക്കെ. S2 മൈനസ് S1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? T2 കിട്ടും അല്ലെ? T2 എന്ന് പറയുന്നത് അപ്പൊ എന്താണ്? 24 മൈനസ് 7 അത് എത്രയാണ്? 17. അപ്പൊ ആൻസർ എന്താണ്? 17 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു HP-യിലെ 7ാം പദം 8ഉം 8ാം പദം 7ഉം ആയാൽ 15ാം പദം. HP-യിലെ പദങ്ങളാണ് വെച്ചെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് AP-യിലെ പദം A പ്ലസ് n മൈനസ് 1 × D ആണ് വെച്ചെങ്കിൽ HP-യില് 1/A പ്ലസ് n മൈനസ് 1 × D ആവും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? A പ്ലസ് n മൈനസ് 1 × D എന്ന് പറയുന്നത് 1/8 എന്ന് എഴുതിയാൽ മതി. അതായത് 7ാം പദം 8 എന്ന് പറഞ്ഞിട്ട് വെച്ചെങ്കിൽ HP-യിലാവുമ്പോൾ നമുക്ക് 1/8 എന്ന് എഴുതിയാൽ മതി. A പ്ലസ് n മൈനസ് 1 × D ഈക്വൽ ടു 1/8. ഇനി A പ്ലസ് 8ാം പദം 7ാം പദം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ 7 മൈനസ് 1 6D എന്ന് വരും അല്ലെ? 8ാം പദം എന്ന് പറയുമ്പോൾ 7D. A പ്ലസ് 7D ഈക്വൽ ടു എന്തെന്ന് വരും? 1/7 എന്ന് വരും. അപ്പൊ നമുക്ക് ഇതിന്ന് മൈനസ് ചെയ്യാം. അപ്പൊ D ഈക്വൽ ടു 1/7 മൈനസ് 1/8. അപ്പൊ 8 മൈനസ് 7 എന്ത് വരും? 1/8 56. അപ്പൊ D ഈക്വൽ ടു 1/56 എന്ന് കിട്ടിയില്ലേ? D 1/56 ആണ് വെച്ചെങ്കിൽ ഇവിടുന്ന് A കിട്ടില്ലേ? നോക്കൂ, A ഈക്വൽ ടു 1/8 മൈനസ് 6 × 1/56 അല്ലെ? അപ്പൊ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 7 മൈനസ് 6/56 അതായത് 1/56 തന്നെ. അപ്പൊ 15ാം പദം നമുക്ക് കാണേണ്ടത്. അപ്പൊ T15 ഈക്വൽ ടു A എത്രയാണ്? 1/56 പ്ലസ് n മൈനസ് 1 എത്രയാണ്? അതായത് 15 മൈനസ് 1 14 × 1/56. അപ്പൊ ഇവിടെ എത്രയാണ് വരിക? 1 പ്ലസ് 14/56 15/56. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.